നിമ്മി നിമ്മി ഇവിടെ ആരും ഇല്ലേ? ഇതെന്താ ഒച്ചൊന്നും കേൾക്കാത്ത ആരതും? നിമ്മി എല്ലാ ഇതാരാ ശീലേച്ചാ? ഇതെന്താ ഇങ്ങോട്ടെല്ലാം കൊറേ ആയില്ലേ ഇങ്ങ് വന്നിട്ട് നിങ്ങള്? മക്കളെ എന്തുണ്ട് രണ്ടാളും? എത്രയിലാ പഠിക്കുന്ന മക്കള് രണ്ടാളും? ഓ UKG മക്കള് പഠിക്കുന്നേ. എല്ലാ കുട്ടിമണി എവിടെ? ഇവിടെ ഉണ്ട് ശീലേച്ചി. അത് പെങ്ങളെ മക്കളും ഉണ്ട് ഇവിടെ വന്നിട്ട്. അപ്പൊ എല്ലാരും കൂടിയിട്ട് അവർക്കൊരു മീനെ വാങ്ങിക്കൊടുത്തിന്. അപ്പൊ ഇന്ന് അതിന്റെ വെള്ളം മാറ്റാന്നും പറഞ്ഞിട്ട് മൂന്നാളും കൂടി അതിന്റെ വെള്ളരിക്കാ ഉള്ളത്. ഓ നിങ്ങക്ക് മീനെല്ലാം ഉണ്ടാ? ഇവര് രണ്ടാളും കൊറേ ആയി പറയുന്നു അക്വേറിയം വാങ്ങിക്കൊടുക്കാൻ. ഞാൻ പിന്നെ മെനക്കേട് വിചാരിച്ചിട്ട് വാങ്ങിക്കൊടുത്തിട്ടില്ല. ആ വലിയതൊക്കെ ആക്കിയാലും മെനക്കേട് തന്നെയാണ് ശീലേച്ചി. അതുകൊണ്ട് നമ്മള് ചെറിയൊരു ബൗളിൽ ഒറ്റ മീനെയാണ് വാങ്ങിയിന്. ഈ പിള്ളേർ എപ്പോഴും പറയും വലിയ അക്വേറിയം ആക്കി നമ്മൾ നോക്കുന്നില്ല. ഇവിടെ നോക്കാൻ ലാസ്റ്റ് നമ്മളെല്ലാം എല്ലാം വൃത്തിയാക്കലും ആക്കലും കയ്യില. അതുകൊണ്ട് പിന്നെ പറഞ്ഞ് ഇതേ വാങ്ങിത്തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ്. ഇപ്പൊ അവരെല്ലാം നോക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ അതെല്ലാം മടുക്കൂലേ? വാങ്ങിയിട്ട് ഒരാഴ്ച ആയിനുള്ളൂ. ഹായ്, ഇതാരെല്ലാം വന്നേ? ആമിക്കുട്ടിയോ അച്ഛോ? നിങ്ങളെപ്പോ വന്നേ? നമ്മളിപ്പോ വന്നേയുള്ളൂ. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നേ? അതിലെ ആമി നമ്മള് ഒരു മീനെ വാങ്ങീനെ. അതിന്റെ ഇതെല്ലാം വൃത്തിയാക്കുമല്ലോ ബൗളെല്ലാം. നിങ്ങക്ക് കാണണോ? ആ കാണണം ചേച്ചി. നമ്മക്ക് മീൻ ഇഷ്ടാ. പക്ഷെ അമ്മ വാങ്ങിച്ചു തരുന്നേ ഇല്ല. അമ്മ പറയാം നമുക്ക് അതിനെ നോക്കാനൊന്നും കഴിയൂല, അതുകൊണ്ട് ഇപ്പൊ വാങ്ങേണ്ട വലിയതായിട്ട് വാങ്ങിത്തരാന്ന്. നമ്മക്കെന്നെ ഇപ്പൊ എത്ര പറഞ്ഞിട്ടാ കിട്ടിയെന്നറിയാ. നമ്മളെന്നെ നോക്കിക്കോളുന്നെല്ലാം പറഞ്ഞിട്ടാ അമ്മ അച്ഛനത് വാങ്ങിത്തന്നെ. നിങ്ങള് രണ്ടാളും വാ, നമുക്കതിന്റെ വെള്ളം മാറ്റുന്ന നോക്കാലോ. വാ ശീലേച്ചി, നമുക്ക് ചായയെല്ലാം വെക്കാം. പിള്ളേരാടുന്ന് കളിക്കട്ടെ എന്തായാലും. ആ അതെ, അവര് കളിക്കട്ടെ. രണ്ടാക്കും വേറെ ആരും കളിക്കാനില്ലായിട്ട് എപ്പോഴും പരാതിയാ. ഇനിയിപ്പൊ ഇന്ന് കുറച്ച് സമയം ഇവിടെ ആയതുകൊണ്ട് സമാധാനമുണ്ട്. അതെ, മെല്ലെ പോയാ മതി. രഘുവേട്ടൻ വരുമ്പോഴത്തേക്കല്ലേ പോണ്ടു. ആ അതെ, ഏട്ടൻ വന്നിട്ടാകുമ്പോ കൂട്ടാൻ വരാൻ പറയാം. നമ്മള് മീനിന്റെ വെള്ളം മാറ്റുമ്പോ അത് എപ്പോഴും ജീവിച്ച ആ വെള്ളം കുറച്ച് ഇതിനകത്തേക്ക് ഒഴിക്കണം. ഞാൻ ഇപ്പൊ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മള് അതിൻ്റെ അകത്ത് ഒഴിക്കണം. ഓക്കേ. അയ്യോ, അതിന് പിടിക്കുമ്പോ അതിന് വേദനയാവൂലേ? എനിക്ക് പേടിയാവുന്നു കാണുമ്പോ. വേദനയൊന്നും ആവൂല അച്ചൂസേ, ഒന്നും ആവൂല. ഏട്ടൻ വല്ല നോക്കിട്ടേ പിടിക്കൂലോ കേട്ടാ. നമ്മളിപ്പോ ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി. അതൊക്കെ നമ്മൾ ഈ ഫിഷിന് വാങ്ങിയെടുക്കുന്ന തന്നെയാ വാങ്ങിയ ആമിക്കുട്ടി. ഇത് നോക്കി, ഇതിൽ അഴുക്ക് കണ്ടോ? ഇനി ഈ ബൗള് നമുക്ക് നന്നായിട്ട് കഴുകണം. പിന്നില്ലേ, ഗ്ലാസ് ബൗൾ ആയതുകൊണ്ട് നിങ്ങളൊന്ന് അഥവാ വാങ്ങിയാലും നിങ്ങളൊന്നും ആക്കാൻ പാടില്ലേ. ഇത് പൊട്ടിപ്പോവും കേട്ടോ. വേഗം അച്ഛനോട് പറഞ്ഞാ മതിയേ. നോക്ക്, ഞാനിപ്പോ ഇതിന്റെ അകത്ത് കുറച്ച് ഇങ്ങനെ വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല ക്ലിയർ വെള്ളം കണ്ടാ. നമ്മൾ നല്ലോണം കഴുകിയിട്ടാണ് വെള്ളം എടുത്തത്. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് കപ്പിലേക്ക് മീനെ ആക്കിയ പോലെ തന്നെ മീനെ പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് ആക്കണം. ഇനി നമുക്ക് ഇതിനെ പിടിച്ചിട്ട് അതിൽ തന്നെ ഇടാം.
ഇപ്പൊ അതിന് കൊറേ വെള്ളായി. ഇതാ നോക്കിയേ. അത് നീന്തി കളിക്കുന്ന എന്ത് രസാ നോക്കിയേ. നമ്മക്ക് വേണേ ഇങ്ങനത്തെ ഒന്ന്. ഏട്ടാ പിന്നില്ലേ ഇതിനെന്നാ നിങ്ങൾ തിന്നാൻ കൊടുക്കുവാന്നേരം? അതിന് പ്രത്യേകം ഫുഡ് ഉണ്ട് മോളെ. അത് 3 ഇതേ ഇടാൻ പാടുള്ളൂ. ചെറിയ ചെറിയ കുരു പോലത്തത്. അത് 3 ഇടാൻ പാടുള്ളൂ. കൊറേ ഇട്ട് കഴിഞ്ഞാല് അതിന് ചത്തുപോകും അത്. അതുകൊണ്ട് 3 ഇടാൻ പാടുള്ളൂ. പിന്നെ ഇത് ആഴ്ചക്കല വെള്ളം മാറ്റവും വേണം വൃത്തിയിടാവുമ്പോ. നീ പറയണേ അച്ഛനോട് ഇങ്ങനത്തെ മീനെ മേടിക്കാൻ. അത് ഇന്ന് വന്ന് നിന്നിട്ട് നോക്കിയോട്ടെ. എന്ത് രസാ അതിനെ നോക്കാണ്. നല്ല ഭംഗിയുണ്ട്. വാ എന്നാലും നമുക്ക് ചായ കുടിക്കാൻ പോവാം. വാ ആമി അച്ചു വാ. നിമ്മി എന്നാ ശരി കേട്ടോ, നമ്മൾ ഇറങ്ങാം. രഘുവേട്ടൻ വരാൻ ലേറ്റ് ആവൂലേ? നമ്മൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് പോയിക്കോളാം. ഇനിയൊരു ദിവസം വരട്ടെ. സംശയം, അച്ചു ആമി എങ്ങനെയാ ഒപ്പരം UKG ക്ലാസ്സില്? അച്ചു ഓളെ ഏട്ടനല്ലേ ആമീന്റെ? അവരെങ്ങനെ ഒപ്പരം UKGയിലെത്തിയേ? അതെന്താ അറിയോ മോളെ, അവർ ട്വിൻസ് ആടാ. അതുകൊണ്ടാണ് അവരൊന്നിച്ച് പഠിക്കുന്നത്. ഓ അതാണല്ലേ. എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ഞാൻ അവർ പറഞ്ഞപ്പോ കൊറേ ആലോചിച്ചു. അതെ. ബൗളൊക്കെ ക്ലീൻ ചെയ്തോ എല്ലാരും? അമ്മേ ക്ലീൻ ചെയ്തു. ഇന്ന് നമ്മള് കളിക്കാൻ പോട്ടെ.